വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ കെമിസ്ട്രിയുടെ രണ്ടാമത്തെ ചാപ്റ്റർ കുഞ്ഞുങ്ങളെ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്. എലമെന്റ്സ് എന്ന് വെച്ചാൽ മൂലകങ്ങൾ, കോമ്പൗണ്ട്സ് എന്ന് വെച്ചാൽ സംയുക്തങ്ങൾ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒന്നാമത്തെ പാർട്ട് നമ്മൾ ഇട്ടതാണ്. അഥവാ കിട്ടാത്തവരുണ്ടെങ്കിൽ ഇതങ്ങ് എഴുതിയെടുക്കണേ കുഞ്ഞുങ്ങളെ. ഇനി ടെസ്റ്റ് വായിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ എലമെന്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി സ്പ്ലിറ്റ് ഇൻ ടു സിംപ്ലർ കോമ്പോണൻസ് ത്രൂ കെമിക്കൽ പ്രോസസ്സ്. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിച്ച് ഘടകങ്ങളാക്കാൻ കഴിയാത്ത ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ കേട്ടോ. പിന്നെ എലമെന്റ്സ് എന്താണ്? സബ്സ്റ്റൻസ് വിച്ച് കനോട്ട് ബി ഡിവൈഡഡ് ഫർദർ ഇൻ ടു സിംപ്ലർ സബ്സ്റ്റൻസ് ആർ കാൾഡ് എലമെന്റ്സ്. ദീസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് സിമിലർ ആറ്റംസ് കണ്ടെയ്ൻസ് മോളിക്യൂൾസ്. എന്ന് വെച്ചാൽ മൂലകങ്ങൾ എന്നാൽ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രമുള്ള തന്മാത്രകളാൽ നിർമ്മിതമായ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ. ഇവയെ ലഘുവായ മറ്റു പദാർത്ഥങ്ങളായിട്ട് നമുക്ക് വിഭജിക്കാൻ കഴിയില്ല എന്നാണ് കുഞ്ഞുങ്ങളെ ഫസ്റ്റ് പറയുന്നത് കേട്ടോ. ഇനി അതിനകത്ത് തന്നെ മോളിക്യൂൾസ് എന്നാൽ എന്താണ്? നമ്മൾ എലമെന്റ്സ് എന്നാൽ എന്താണ്? എലമെന്റ്സിനെ കുറിച്ച് കൂടുതൽ നമ്മൾ അങ്ങോട്ട് പഠിച്ചു പോകുന്നുണ്ട്. അപ്പോൾ ഒന്നാമത്തെ, കാരണം നമ്മുടെ പാഠത്തിന്റെ പേരെന്താ? എലമെന്റ്സ് അല്ലേ, അതുകൊണ്ട് അത് എന്താണെന്നൊന്ന് പറഞ്ഞതാണ് ഒന്നാമത്തെ കേട്ടോ. മോളിക്യൂൾസ് എന്നാൽ എന്ത്? ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കുഞ്ഞുങ്ങളെ. തന്മാത്രകൾ എന്നാൽ എന്താണ് കേട്ടോ? എന്താ കുഞ്ഞുങ്ങളെ? തന്മാത്രകൾ എന്നാൽ എന്താണ്? മലയാളംകാർ മലയാളം എഴുതിയെടുക്കണം, ഇംഗ്ലീഷുകാർ ഇംഗ്ലീഷും എഴുതിയെടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇത് ഇംഗ്ലീഷുകാർക്കുള്ളതാണ്. മോളിക്യൂൾസ് ആർ ദ സ്മാളസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്റ്റേബിൾ പാർട്ടിക്കിൾസ് ദാറ്റ് ഹാവ് all the fundamental properties of a pure substance. നിങ്ങൾക്ക് അഥവാ ഞാൻ എഴുതിയതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോടെ കുഞ്ഞുങ്ങളെ കേട്ടോ. ചിലപ്പോൾ എഴുതിയത് നിങ്ങൾക്ക് വായിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ എടുത്താണ് ഓരോന്നും പറയുന്നത്. മോളിക്യൂൾസ് ആർ ദ സ്മാളസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് ആൻഡ് സ്റ്റേബിൾ പാർട്ടിക്കിൾസ് ദാറ്റ് ഹാവ് ആൾ ദ ഫണ്ടമെൻ്റൽ പ്രോപ്പർട്ടീസ് ഓഫ് എ പ്യുവർ സബ്സ്റ്റൻസ് അല്ലേ. മോളിക്യൂൾസ് ഹാവ് ഇൻഡിപെൻഡൻറ്റ് എക്സിസ്റ്റൻസ്. മോളിക്യൂൾസ് ആർ stable. Now new molecules are produced by chemical reactions. Molecules are divisible കേട്ടോ. മോളിക്യൂൾസ് എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ഇത്ര എഴുതി വെക്കണം കേട്ടോ. ഇത് ചെറിയൊരു പാഠമാണ്, എളുപ്പമുള്ളൊരു പാഠമാണ് കേട്ടോ നിങ്ങൾ. എളുപ്പം അത് വൃത്തിയായിട്ട് എടുത്ത് പഠിച്ചോണേ. നോക്കിയേ, നമുക്ക് ഇതിനകത്തിൽ അപ്പോൾ അതിൻ്റെ മലയാളംകാർ ഇത് എഴുതിയെടുത്തോ കുഞ്ഞുങ്ങളെ. തന്മാത്രകൾ എന്നാൽ എന്താ? മോളിക്യൂൾസിൻ്റെ മലയാളം എന്താ? തന്മാത്രകൾ. ഒരു ശുദ്ധ പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളെല്ലാം ഉള്ളതും സ്വതന്ത്രമായി നിലനിൽക്കാൻ കഴിയുന്നതും സ്ഥിരതയുള്ളതുമായ ഏറ്റവും ചെറിയ കണികകളാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. ഈ തന്മാത്രകൾക്ക് സ്വതന്ത്രമായ ഒരു നിലനിൽപ്പുണ്ട്. തന്മാത്രകൾ സ്ഥിരതയുള്ളവളാണ്, സ്റ്റേബിളാണ്, സ്ഥിരതയുള്ളവയാണ് അല്ലേ. രാസപ്രവർത്തനങ്ങൾ വഴിയാണ്, കെമിക്കൽ റിയാക്ഷൻ അല്ലേ, രാസപ്രവർത്തനങ്ങൾ വഴിയാണ് പുതിയ തന്മാത്രകൾ ഉണ്ടാകുന്നത്. തന്മാത്രകൾ വിഭജിക്കാവുന്നതുമാണ് എന്നാണ് കേട്ടോ. എന്താണ് തന്മാത്രകൾ എന്ന് എഴുതിയെടുക്കണേ. ഇനി അതിനകത്തിൽ ആദ്യത്തെ ഒരു 3 എക്സ്പെരിമെൻറ്റ് നമ്മുടെ ടെസ്റ്റിൽ പറയുന്നുണ്ട് കേട്ടോ. ടെസ്റ്റിനകത്തിൽ ഒരു 3 എക്സ്പെരിമെൻറ്റ് പറയുന്നുണ്ട് കുഞ്ഞുങ്ങളെ. ആ പേജ് നമ്പർ 68 ഇത് പറയുന്നത്. ഒന്നാമത്തെ നോക്കൂ കുഞ്ഞുങ്ങളെ. പരീക്ഷണം, എക്സ്പെരിമെൻ്റ് എന്ന് വെച്ചാൽ പരീക്ഷണം. ബേൺ എ പീസ് ഓഫ് മഗ്നീഷ്യം റിബൺ വിച്ച് ഈസ് സ്ക്രബ്ഡ് ക്ലീൻ. എന്ന് വെച്ചാൽ നന്നായി ഉരച്ച് വൃത്തിയാക്കി ഒരു മഗ്നീഷ്യം റിബണ് കത്തിക്കാനാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ബേൺ ചെയ്യാന്ന് വെച്ചാൽ കത്തിക്കുക. എന്നിട്ട് നിങ്ങൾ ഒബ്സർവ് ചെയ്യാന്ന് വെച്ചാൽ നിരീക്ഷിക്കുക. ഇറ്റ് ബേൺസ് വിച്ച് ഷൈനിങ് ഫ്ലെയിം അല്ലേ. നമ്മൾ ഈ പൂത്തിരി കത്തിക്കത്തില്ലേ കുഞ്ഞുങ്ങളെ, നമ്മൾ ഓണത്തിനൊക്കെ പൂത്തിരി കത്തിക്കത്തില്ലേ, അതുപോലെ ഇതെന്താ നല്ല തിളങ്ങുന്ന ജ്വാലയോടെ അത് കത്തുന്നു. എ വൈറ്റ് പൗഡർ ഈസ് ഫോംഡ്. നമ്മൾ ഈ സാമ്പ്രാണിത്തിരി കത്തിക്കുമ്പോഴും അതിനകത്തിലെയും വെള്ളപ്പൊടി അല്ലേ, അത് എന്താ ആ പൊടിഞ്ഞ് വീഴുന്നില്ലേ കുഞ്ഞുങ്ങളെ, അതുപോലെ തന്നെ ഇതിനകത്തിലും എന്താണ് ഒരു വൈറ്റ് പൗഡർ അവിടെ അന്നേരം നമുക്ക് എന്ത് ചെയ്യുന്നു, രൂപം കൊള്ളുന്നുണ്ട് കേട്ടോ. അന്നേരം റിസൾട്ട് എന്താണ്? ഫലം എന്താണ്? എ ന്യൂ സബ്സ്റ്റൻസ്, പുതിയൊരു പദാർത്ഥമുണ്ടായി അല്ലേ. മോളിക്യൂൾസ് മാഗ്നീഷ്യം ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. അങ്ങനെ ഉണ്ടായതിൻ്റെ മഗ്നീഷ്യം ഓക്സൈഡ് എന്നാവും കുഞ്ഞുങ്ങളെ. ആ വെളുത്ത് വീണ ആ പൊടിക്ക് പറയുന്ന പേരാണ് മഗ്നീഷ്യം ഓക്സൈഡ്. അപ്പോൾ ഈ കുഞ്ഞൊരു എക്സ്പെരിമെൻ്റാണ് കണ്ടോ. ഇംഗ്ലീഷ് മീഡിയക്കാർ താണ്ടി ഇച്ചിരിയേ ഉള്ളൂ, കുഞ്ഞൊരെണ്ണം അതങ്ങ് എഴുതിയെടുക്കണം. മലയാളം മീഡിയക്കാർ കണ്ടോ കുഞ്ഞുങ്ങളെ, ഇത് ഇത്രയും അങ്ങ് എഴുതിയെടുക്കണം കേട്ടോ. ഒന്നാമത്തെ എക്സ്പെരിമെൻ്റ് ആണ്, വൃത്തിയായിട്ട് എഴുതിയെടുക്കണേ. ഓക്കെ, അടുത്ത രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് അല്ലെങ്കിൽ പരീക്ഷണം എന്ന് പറയുന്നത് നോക്കൂ കുഞ്ഞുങ്ങളെ. അതും ചെറിയ ഒരെണ്ണമാണ്, അതുകൊണ്ട് ഇത്രയേ ഉള്ളൂ. ടേക്ക് സം ഷുഗർ ഇൻ എ ബോയിലിംഗ് ട്യൂബ്. നല്ല ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ കേട്ടോ. ആഫ്റ്റർ കവറിങ് ദ മൗത്ത് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ് വിത്ത് എ പീസ് ഓഫ് കോട്ടൺ ഹീറ്റ് ബോട്ടം ഓഫ് ദ ട്യൂബ് സ്ട്രോങ്ലി. എന്ന് വെച്ചാൽ
അതിനകത്തിൽ എന്താ ടേക്ക് സം ഷുഗർ ഇൻ എ ബോയിലിംഗ് ട്യൂബ് എന്ന് അല്ലേ, ഈർപ്പരഹിതമായ ഒരു ബോയിലിംഗ് ട്യൂബിൽ അല്പം പഞ്ചസാര, ഷുഗർ എന്ന് വെച്ചാൽ പഞ്ചസാര എടുക്കുക. എന്നിട്ട് അതിൻ്റെ എന്ത് ചെയ്യുക, ട്യൂബിൻ്റെ വായ് ഭാഗത്ത് ഒരു കഷ്ണം പഞ്ഞി എടുത്ത് വെക്കുക. അതിൻ്റെ നമ്മൾ ആ തുറന്ന് ഇരിക്കുന്ന ഭാഗത്തുനിന്ന് ഈ വായ് ഭാഗം എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ഒരു കഷ്ണം പഞ്ഞി എടുത്ത് വെക്കുക. എന്നിട്ടോ നിങ്ങളെ ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ബോയിലിംഗ് ട്യൂബിനെ ഏതാനും മിനിറ്റുകൾ നല്ലപോലെ ശക്തമായിട്ട് ചൂടാക്കുക എന്ന് പറയുന്നുണ്ട് അല്ലേ. എ പീസ് ഓഫ് കോട്ടൺ ഹീറ്റ് ബോട്ടം ഓഫ് ദ ട്യൂബ് സ്ട്രോങ്ലി, നല്ലപോലെ അതിൻ്റെ അടിഭാഗം ചൂടാക്കുക. ഒബ്സർവേഷൻ എന്ന് വെച്ചാൽ എന്ത് നിരീക്ഷണമാണ് അന്നേരം അവിടെ നമുക്ക് കാണപ്പെടുന്നത്? എന്താ നിങ്ങളെ, ഷുഗർ ഈസ് കൺവേർട്ടഡ് ഇൻറ്റു എന്താ ചാർക്കോൾ എന്ന് വെച്ചാൽ കാർബൺ. വാട്ടർ ഡ്രോപ്പ് ആർ ഫോംഡ് ഓൺ ദ സൈഡ് ഓഫ് ദ ബോയിലിംഗ് ട്യൂബ്. അവിടെ പഞ്ചസാര, നമ്മൾ ഈ പഞ്ചസാര അടുപ്പയിലോട്ട് വെച്ച് നമ്മൾ ചായ ഒക്കെ ഇടുന്ന ചരുവത്തിൻ്റെ അടിഭാഗം കണ്ടിട്ടുണ്ടോ നിങ്ങൾ? പഞ്ചസാര ചിലപ്പോൾ ചായ ഇട്ട് വെച്ച് നമ്മൾ മറന്നു പോയിട്ട് കാണാം, ഇച്ചിരി കഴിയുമ്പോൾ ചെന്ന് പാത്രത്തിൻ്റെ അവസ്ഥ കണ്ടിട്ടുണ്ടോ? കരിക്കട്ട പോലെ ഇരിക്കും അല്ലേ, നല്ല കറുത്ത്. അതായത് കാർബൺ ആണത് കേട്ടോ, പഞ്ചസാരയുടെ കരി ആയിട്ട് അതങ്ങ് മാറുന്നു. തിളയ്ക്കുന്ന ട്യൂബിൻ്റെ വശത്ത് അന്നേരം എന്ത് ചെയ്യുന്നു, ജലത്തുള്ളികൾ, ചെറിയ വാട്ടറിൻ്റെ ഡ്രോപ്സുകൾ, ജലത്തുള്ളികളും അവിടെ കാണുമെന്ന്. പിന്നോ റിസൾട്ട് എന്താവും നിങ്ങളെ, when sugar is strongly heated it decomposes into carbon and water. പഞ്ചസാര ശക്തമായിട്ട് ചൂടാക്കുമ്പോൾ, ഇതൊക്കെ നല്ലതുപോലെ പഠിക്കണം എൻ്റെ പൊന്നുമക്കളെ, പഞ്ചസാര ശക്തമായിട്ട് ചൂടാക്കുമ്പോൾ എന്തെല്ലാമാണ് ഉണ്ടാകുന്നത്? എന്തൊക്കെയാണെന്ന് നോക്കിക്കേ, കാർബണും വെള്ളവും ഉണ്ടാകുന്നു, സിയും H2O ഉണ്ടാകുന്നു. നല്ലതുപോലെ എഴുതിയെടുക്കണേ. 2 എക്സ്പെരിമെൻറ്റ് നമ്മൾ പറഞ്ഞു. ഇംഗ്ലീഷുകാർ ദാണ്ട് ഇത് വൃത്തിയായിട്ട് എഴുതിയെടുക്കണം കേട്ടോ, മലയാളംകാർ ദാണ്ട് ഇത് ഇത്രയും. ഓക്കെ ആണോ? ഈ 3 എണ്ണം. ഓക്കെ, ഇനി മൂന്നാമത്തെ എക്സ്പെരിമെൻറ്റ് നോക്കൂ നിങ്ങളെ. പുട്ട് എ സ്മാൾ ക്ലീൻ പീസ് ഓഫ് മഗ്നീഷ്യം ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ആഡ് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് HCl ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഇറ്റ്. കളക്ട് ദ ഹൈഡ്രജൻ ഹാസ് ഇവോൾവ്ഡ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ഇൻട്രൊഡ്യൂസ് എ ബേണിംഗ് ഇൻസെൻസ്. ഇൻസെൻസ് എന്ന് വെച്ചാൽ ചന്ദനത്തിരി എന്നാട്ടോ. ഇൻസെൻസ് സ്റ്റിക്ക് ടു ദ മൗത്ത് ഓഫ് ടെസ്റ്റ് ട്യൂബ്. ഇംഗ്ലീഷുകാരുടെ ചോദ്യമാണ് കേട്ടോ, മൂന്നാമത്തെ പരീക്ഷണമാണ്. അതിൻ്റെ നോക്കൂ നിങ്ങൾ, അതായത് ഒരു ടെസ്റ്റ് ട്യൂബിൽ, എൻ്റെ മലയാളം എന്താവും നിങ്ങൾ, ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്ത് അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മഗ്നീഷ്യം ഇട്ട് കൊടുക്കാൻ. ട്യൂബിൻ്റെ വായ്ഭാഗം കത്തുന്ന എന്താ ഒരു ചന്ദനത്തിരി എടുത്ത് അവിടോട്ട് കൊണ്ടുവന്ന് കാണിക്കാൻ. ഒരു ടെസ്റ്റ് ട്യൂബിൽ അല്പം നേർപ്പിച്ച ഹൈഡ്രോക്ലോറിക് ആസിഡ് എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു ചെറിയ കഷ്ണം മഗ്നീഷ്യം കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം ആ ഇട്ട് കൊടുത്ത വായ്ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്തോട്ട് നമ്മളൊരു ചന്ദനത്തിരി അങ്ങോട്ട് കൊടുക്കാൻ. എന്ത് സംഭവിക്കുമെന്ന് കേട്ടോ. എന്താ ഒബ്സർവേഷൻ നോക്കിയേ. എ ഗ്യാസ് ഈസ് ബബിൾഡ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ് വെൻ ബേണിംഗ് ഇൻസെൻസ് സ്റ്റിക്ക് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദ ഗ്യാസ് ബേൺ വിത്ത് എ പോപ്പ് സൗണ്ട്. ആൾസോ വാട്ടർ ഡ്രോപ്പ് ആർ ഫോംഡ് ഓൺ ദ സൈഡ് ഓഫ് ദ വെസൽസ് അല്ലെ ടെസ്റ്റ് ട്യൂബ്. എന്താവും നിങ്ങളിവിടെ, ടെസ്റ്റ് ട്യൂബിൽ നിന്ന് ഒരു വാതകം കുമിളയായിട്ട് പുറത്തു വരുന്നു. ബബിൾ അല്ലേ, ബബിളായിട്ട് പുറത്തു വരുന്നു. നോക്കണേ നിങ്ങൾ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നിട്ട് അന്നേരം ഈ കത്തുന്ന ചന്ദനത്തിരി ആ വാതകത്തിലെ നമ്മൾ കടത്തി വിടുമ്പോൾ ആ വാതകം പോപ്പ് സൗണ്ട്, പടപടപടാന്നൊരു സൗണ്ട് ഉണ്ടല്ലോ, ടപ്പ് ടപ്പ് ടപ്പ്, അത് ആ പോപ്പ് സൗണ്ടായിട്ട് അത് കത്തുന്നു. ടെസ്റ്റ് ട്യൂബിന്റെ വശങ്ങളിൽ അന്നേരം എന്താ ജലതുള്ളികൾ അന്നേരം അവിടെയൊക്കെ കാണപ്പെടുന്നുണ്ടെന്നാ കേട്ടോ. റിസൾട്ട് എന്താവും നിങ്ങളെ, അപ്പോൾ അവിടെ മഗ്നീഷ്യം റിയാക്ട് വിത്ത് ഡയലൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ടു ഫോം ഹൈഡ്രജൻ ഗ്യാസ്. മഗ്നീഷ്യം ക്ലോറൈഡ് ഈസ് ആൾസോ ഫോംഡ് ആസ് അനദർ പ്രോഡക്റ്റ്. അതായത് മഗ്നീഷ്യവും ഹൈഡ്രോക്ലോറിക് ആസിഡുമായിട്ട് ചേർന്ന് മഗ്നീഷ്യം ക്ലോറൈഡും ഹൈഡ്രജനും ആകുന്നു. ഫലം, റിസൾട്ട് കേട്ടോ. അപ്പം ഇംഗ്ലീഷുകാർ അവരുടെ ഇംഗ്ലീഷ് എഴുതിയെടുക്കുക. ഒബ്സർവേഷൻ റിസൾട്ടും കണ്ടല്ലോ കേട്ടോ. എക്സ്പെരിമെൻ്റ് എന്ന് എഴുതിയിട്ട് എക്സ്പെരിമെൻ്റ് എഴുതുക, ഒബ്സർവേഷൻ എഴുതുക, റിസൾട്ട് എഴുതുക കേട്ടോ. അതായത് പരീക്ഷണം എഴുതുക, നിരീക്ഷണം എഴുതുക, ഫലം എഴുതുക. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അപ്പോൾ ഇത്രയായിരുന്നു നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചത്. ഇനി നമ്മൾ പഠിക്കാനുള്ള എന്തോന്നറിയോ, അപ്പോൾ അവർ 2 പേരെക്കുറിച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. ഹെൻറി കാവൻഡിഷും സർ ഹംഫ്രി ഡേവിയെക്കുറിച്ചും നമ്മൾ പറഞ്ഞായിരുന്നു കുഞ്ഞുങ്ങളെ. എന്താ, 1806 സർ ഹംഫ്രി ഡേവി ജലത്തിലൂടെ വൈദ്യുതി കടത്തിവിട്ടാൽ അതിനെ ഹൈഡ്രജനും ഓക്സിജനുമായിട്ട് വിഘടിപ്പിക്കാം എന്ന് ആര് കണ്ടുപിടിച്ചു? നമ്മുടെ ഹംഫ്രി ഡേവി കണ്ടുപിടിച്ചു കേട്ടോ. അതുപോലെ തന്നെ എന്താ, നമ്മുടെ ജലം ഒന്നിലധികം ഘടകങ്ങൾ ചേർന്ന പദാർത്ഥങ്ങളാണെന്ന് തെളിയിച്ചതാണ് ഹെൻറി കാവൻഡിഷ് കേട്ടോ. അതൊക്കെ നല്ലപോലെ അറിയണേ, അവരൊക്കെ എന്തുവാ കണ്ടുപിടിച്ചതെന്ന് കേട്ടോ. അത് നമ്മൾ പറഞ്ഞതാ. അതുപോലെ തന്നെ ജലത്തെ വിഘടിച്ചാൽ നമുക്ക് എന്തൊക്കെ കിട്ടുന്നു എന്ന് നല്ലപോലെ അറിയണേ കുഞ്ഞുങ്ങളെ. ജലം വെള്ളത്തെ വിഘടിപ്പിച്ചാൽ എന്തൊക്കെ കിട്ടും? ഹൈഡ്രജനും ഓക്സിജനും നമുക്ക് കിട്ടും. അതൊക്കെ അറിയണേ, നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞതാണ്. ഇനി നമ്മൾ പുതിയതായിട്ട് പഠിക്കാൻ പോകുന്നത് ആറ്റത്തിനെ കുറിച്ചാവും കുഞ്ഞുങ്ങളെ. എന്താണ് ആറ്റം? പദാർത്ഥങ്ങളെ വിഭജിക്കുമ്പോൾ ലഭിക്കുന്നതും പദാർത്ഥ
പദാർത്ഥത്തിൻ്റെ അടിസ്ഥാന ഗുണങ്ങളുള്ളതുമായ ഏറ്റവും ചെറുതുമായ കണങ്ങളാണ് തന്മാത്രകൾ എന്ന് പറയുന്നത്. മോളിക്കുൾസ് അല്ലേ, മോളിക്കുൾസ് എന്നാൽ എന്തെന്ന് നമ്മുടെ ആദ്യമേ ക്വസ്റ്റ്യൻ ആൻസറിൽ ഞാൻ പറഞ്ഞതാണ്. അതുകൊണ്ട് ഞാൻ എഴുതിയിട്ടില്ല കുഞ്ഞുങ്ങളെ, കാരണം ഓൾറെഡി നമ്മുടെ ഇപ്പം ഇത്രയും നോട്ടിനകത്തിൽ മോളിക്കുൾസ് ഉണ്ട്. തന്മാത്രകൾ എന്നാൽ എന്തെന്നുണ്ട് കേട്ടോ, നോക്കണേ. ഈ തന്മാത്രകളെ വീണ്ടും വിഭജിച്ചാലോ, തന്മാത്രകളെ വീണ്ടും വിഭജിക്കുമ്പോഴാണ് ആറ്റങ്ങൾ ലഭിക്കുന്നത്. എൻ്റെ കുഞ്ഞുങ്ങളെ, നമ്മളിപ്പോൾ പഞ്ചസാരയില്ലേ, പഞ്ചസാരക്കകത്തിലെ ഒരു കണിക എടുത്തുകൊണ്ട് വന്നിട്ട് അല്ലെ ഒരു ചെറിയൊരു കഷ്ണം എടുത്തുകൊണ്ട് വന്നിട്ട് നമ്മൾ അതിനെ പൊടിച്ചെടുത്തെന്ന് വെച്ചോ. അപ്പം നമുക്ക് വിചാരിക്കുമോ അതിനെ ഇനിയും പൊടിക്കാൻ പറ്റത്തില്ല അല്ലേ? അങ്ങനെ പൊടിക്കാൻ പറ്റാത്തതാണ് തന്മാത്രകൾ. അത് നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ അതിനെ അങ്ങ് പൊടിക്കുക അല്ലേ. അപ്പം ഇനി എന്താ, അതിനെ വീണ്ടും നമുക്ക് കണ്ണുകൊണ്ട് നമ്മുടെ നഗ്ന നേത്രം കൊണ്ട് കാണാൻ പറ്റാത്ത കുഞ്ഞു പൊടി കാണും കേട്ടോ. അപ്പം ഈ തന്മാത്രകളെ വീണ്ടും പൊടിക്കുന്ന മോളിക്കുൾസിനെ വീണ്ടും പൊടിച്ചാ കുഞ്ഞുങ്ങളെ എന്തുണ്ടാക്കുന്നത്? ആറ്റം എന്ന് പറയുന്ന സാധനം ഉണ്ടാകും കേട്ടോ. ആറ്റം എന്ന് വെച്ചാൽ എന്താ, നമ്മുടെ കണ്ണുകൊണ്ട് കാണത്തില്ല, കുഞ്ഞു പൊടി. നമുക്ക് ചുറ്റും എന്താ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പൊടിപടലങ്ങൾ നമുക്ക് ചുറ്റും കറങ്ങുന്നുണ്ടല്ലേ. അപ്പം തന്മാത്രകളെ വിഭജിക്കുമ്പോൾ, ഇവിടെ തന്മാത്രകൾ എന്ന് വെച്ചാൽ മോളിക്കുൾസ് ആണ്. ഈ മോളിക്കുൾസിനെ വീണ്ടും വിഭജിക്കുമ്പോൾ കിട്ടുന്നത് എന്താ കുഞ്ഞുങ്ങളെ? ആറ്റം എന്ന് പറയുന്നത്. തന്മാത്രകൾ നിർമ്മിച്ചിരിക്കുന്നത് അതിസൂക്ഷ്മങ്ങളായ ആറ്റങ്ങൾ കൊണ്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസറിലുണ്ട്, അതുകൊണ്ടാണ് ഞാൻ സ്പീഡിൽ പോകുന്നത്. പിന്നെ വിഭജിക്കാൻ കഴിയാത്ത എന്ന അർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്ന് ആറ്റം എന്ന വാക്കുണ്ടായത്. എല്ലാ പദാർത്ഥങ്ങളും, അത് ഞാൻ നോട്ട് എഴുതി കുഞ്ഞുങ്ങൾ, ഏതാണ്ട് നോക്കിക്കോ. എന്താണ് ആറ്റം? പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. വിഭജിക്കാൻ കഴിയാത്ത എന്ന അർത്ഥമുള്ള, നോക്കണേ കുഞ്ഞുങ്ങളെ, അതാണ് നമുക്ക് വേണ്ടുന്നത്. വിഭജിക്കാൻ കഴിയാത്ത എന്ന അർത്ഥമുള്ള ആറ്റമോസ്, എന്താ കുഞ്ഞുങ്ങളെ? ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് ആറ്റം എന്ന വാക്കുണ്ടായത്. അത് നല്ലതുപോലെ അറിയണേ. ഞാൻ ഈ പ്രധാനപ്പെട്ടത് എടുത്തെടുത്ത് പറയുന്നുണ്ട്. ആറ്റം എന്നാൽ എന്തെന്ന് വെച്ചാൽ പ്രപഞ്ചത്തിൽ നമ്മുടെ എല്ലാ പദാർത്ഥങ്ങളും ആറ്റം കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അല്ലേ. എന്നാൽ വിഭജിക്കാൻ കഴിയാത്ത, ഇനി ഒരു വിഭജനം അവിടെ ഇല്ല അല്ലേ. വിഭജിക്കാൻ കഴിയാത്ത എന്നർത്ഥമുള്ള ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാവും നിങ്ങളെ ആറ്റം എന്ന വാക്ക് ഉണ്ടായത്. ആറ്റം എന്ന വാക്ക് എവിടെ നിന്നാണ് ഉണ്ടായെന്ന് ഒരു മാർഗം ചിലപ്പോൾ ചോദിച്ചാൽ, വിഭജിക്കാൻ കഴിയാത്ത ആറ്റമോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നുമാണ് എന്താ ആറ്റം എന്ന പദം ഉണ്ടായത്. ആൾ സബ്സ്റ്റൻസ് ഇൻ ദ യൂണിവേഴ്സ് ആർ മെയ്ഡ് അപ്പ് ഓഫ് ആറ്റംസ്. നമ്മുടെ പ്രപഞ്ചത്തിലെ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങളാലാണ് അല്ലേ. ദ വേർഡ് ആറ്റംസ് കംസ് ഫ്രം ദ ഗ്രീക്ക് വേർഡ് ആറ്റമോസ് കേട്ടോ. മേളിൽ അതിൻ്റെ മലയാളം എഴുതിയിട്ടുണ്ട് വായിക്കാൻ. ആറ്റം അല്ല കുഞ്ഞുങ്ങളെ, ആറ്റമോസ് എന്ന് തന്നെ കേട്ടോ. ആറ്റമോസ് വിച്ച് മീൻസ് ഇൻഡിവിസിബിൾ. ഇതിനെ വിഭജിക്കാൻ കഴിയത്തില്ല. ഈ വിഭജിക്കുക എന്ന് വെച്ചാൽ എന്താ, അതിനെ മുറിച്ച് മാറ്റാൻ പറ്റില്ല കേട്ടോ. വിഭജിക്കുക എന്ന് വെച്ചാൽ കേട്ടോ ഇൻഡിവിസിബിൾ ആണ്. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ ഇതിനെക്കുറിച്ച് ഓരോരുത്തരും നമ്മുടെ കൂട്ടല്ലേ തലമണ്ടയുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു അല്ലേ, ശാസ്ത്രജ്ഞന്മാരൊക്കെ ഉണ്ടായിരുന്നു ഇല്ലേ. അവരിൽ ഒരാളുടെ പേരെന്താവും നിങ്ങളെ നോക്കിയേ, ഡെമോക്രൈറ്റസ്. അദ്ദേഹത്തിൻ്റെ പേര് ഡെമോക്രീറ്റസ് എന്ന് പറയും. ഡെമോക്രീറ്റസ് കേട്ടോ. ഇനി അദ്ദേഹം പറഞ്ഞത്, ഡെമോക്രീറ്റസ് പ്രൊപ്പോസ്ഡ് ദാറ്റ് ആൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് ഇൻഡിവിസിബിൾ പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. നമ്മുടെ ഡെമോക്രീറ്റസ് പറഞ്ഞു എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം ഡെമോക്രീറ്റസ് മുന്നോട്ട് വെച്ചു. അദ്ദേഹം പറഞ്ഞത്? എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ കണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ്. ശരിയല്ലേ കുഞ്ഞുങ്ങളെ? അല്ലേ? ഏതൊരു വസ്തു എടുത്താലും അതിനകത്തിലെല്ലാം എന്തുവാന്ന് വല്ലതും മനസ്സിലായി, തീരെ പൊടി എല്ലാ വസ്തു, ഇപ്പം ഈ പേപ്പർ ആണെങ്കിൽ തന്നെ ഇതെല്ലാം ഇത് അടങ്ങിയതാ അല്ലേ. അതുകൊണ്ട് ഏത് വസ്തുവും എല്ലാ പദാർത്ഥങ്ങളും അവിഭാജ്യമായ സൂക്ഷ്മകണങ്ങളായ ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണ് എന്ന സിദ്ധാന്തം കൊണ്ടുവന്നത് ആരാണെന്ന് ഒരു മാർക്കിന് ചോദിച്ചാൽ ആരാ കുഞ്ഞുങ്ങളെ? ഡെമോക്രീറ്റസ്. പേരോർത്തോടെ. ഇനി അദ്ദേഹം അത് പറഞ്ഞു. ഓക്കെ, അപ്പോൾ അദ്ദേഹം അത് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് നിന്നോ? ഇല്ല. അപ്പോൾ അടുത്ത ആൾ വന്നു അല്ലേ. ആരാണ്? ജോൺ ഡാൾട്ടൺ വന്നു. 1807 ജോൺ ഡാൾട്ടൺ പ്രൊപ്പോസ്ഡ് ആറ്റോമിക് തിയറി. ഇനി ആര് വന്നു നിങ്ങളെ? ജോൺ ഡാൾട്ടൺ വന്നു. അറ്റോമിക് തിയറി എന്താവും നിങ്ങളെ? അറ്റോമിക് തിയറി 1807 ജോൺ ഡാൾട്ടൺ അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ചു. അറ്റോമിക സിദ്ധാന്തം ആവിഷ്കരിച്ച ജോൺ ഡാൾട്ടൺ 1807 നമ്മുടെ എല്ലാ പദാർത്ഥങ്ങളും സൂക്ഷ്മകണങ്ങളായ ഒരുപാട് ആറ്റങ്ങൾ കൊണ്ട് നിർമ്മിതമാണെന്ന് പറഞ്ഞതായിരുന്നു ഡെമോക്രീറ്റസ് അല്ലേ. പക്ഷേ ആറ്റം തിയറി കൊണ്ടുവന്നത് ജോൺ ഡാൾട്ടൺ ആണ്. അദ്ദേഹം നമ്മുടെ ആറ്റത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് അത്? പ്രധാനപ്പെട്ട ഒരു 6 പോയിന്റ് പഠിച്ചു വെച്ചിരിക്കണം. ഈ ചാപ്റ്ററിൽ
ഏറ്റവും പ്രധാനപ്പെട്ട 6 പോയിന്റുകളാണ് കുഞ്ഞുങ്ങളെ ആറ്റവുമായിട്ട് ബന്ധപ്പെട്ട് ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എന്ന് പറയുന്നത് കേട്ടോ. അത് എൻ്റെ ഇംഗ്ലീഷുകാർക്ക് മലയാളക്കാർക്കായാലും പഠിക്കാൻ എളുപ്പത്തിന് വേണ്ടി എന്താ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, നോക്കണേ കുഞ്ഞുങ്ങളെ. ആൾ മാറ്റർ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കാൾഡ് ആറ്റംസ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ് കേട്ടോ. രണ്ടാമത്തെയോ, ആൻ ആറ്റം ഈസ് ദ സ്മാളസ്റ്റ് പാർട്ടിക്കിൾസ് ദാറ്റ് ക്യാൻ പാർട്ടിസിപ്പേറ്റ് ഇൻ എ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് ആറ്റം. ഇതൊക്കെ ആരുടെ? ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറിയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആറ്റത്തിനെ സംബന്ധിച്ചാണ് ഫസ്റ്റ് പറയുന്നത്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അതിസൂക്ഷ്മമായ കണങ്ങളാൽ നിർമ്മിതമാണ്. പിന്നോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികകളാണ് ആറ്റം എന്ന് പറയുന്നത്. മൂന്നാമത് അദ്ദേഹം പറഞ്ഞു, ആൻ ആറ്റം ക്യാനോട്ട് ടു ബി ഡിവൈഡഡ് ഡ്യൂറിങ് എ കെമിക്കൽ റിയാക്ഷൻ. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ നമുക്ക് വിഭജിക്കാൻ സാധ്യമല്ല എന്നും അദ്ദേഹം പറഞ്ഞു. രാസപ്രവർത്തന വേളയിൽ കെമിക്കൽ റിയാക്ഷൻ സമയത്ത് നമ്മുടെ ആറ്റത്തെ നമുക്ക് വിഭജിക്കാൻ സാധ്യമല്ല എന്നും പറഞ്ഞു. പിന്നോ, ആൻ ആറ്റം ക്യാനോട്ട് ബി ക്രിയേറ്റഡ് ഓർ ഡിസ്ട്രോയിഡ്. ഒരാറ്റത്തെ നമുക്ക് നിർമ്മിക്കാനോ പറ്റത്തില്ല, നശിപ്പിക്കാനോ കഴിയത്തില്ല എന്നും പറഞ്ഞു. ആറ്റം ക്യാനോട്ട് ടു ബി ക്രിയേറ്റഡ്, നമുക്കതിനെ നിർമ്മിക്കാനോ അല്ലെ സൃഷ്ടിക്കാനോ പറ്റത്തില്ല. ഡിസ്ട്രോയിഡ്, നശിപ്പിക്കാനും കഴിയത്തില്ല എന്ന്. അടുത്ത കുഞ്ഞുങ്ങളെ, ആൾ ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് ആർ ഓഫ് ദ സെയിം സൈസ്, പ്രോപ്പർട്ടി അല്ലേ, ആൻഡ് മാസ്. പ്രോപ്പർട്ടി ആൻഡ് മാസ്. നോക്കൂ കുഞ്ഞുങ്ങളെ, അഞ്ചാമത്തത്, ആൾ ആറ്റംസ് ഓഫ് ആൻ എലമെന്റ് ആർ ഓഫ് ദ സെയിം സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. ഇവിടെ ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം അതിൻ്റെ വലിപ്പത്തിലും, സൈസ് ഉണ്ടല്ലോ സെയിം സൈസ്, അതിൻ്റെ ഒരേ വലിപ്പത്തിലും ഗുണത്തിലും പിന്നോ അതിൻ്റെ മാസിലും, പ്രോപ്പർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഗുണമെന്നാണ് കേട്ടോ, മാസിലും ഒരുപോലെ ആയിരിക്കുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ കുഞ്ഞുങ്ങളെ? ഇത് പ്രധാനപ്പെട്ട നമ്മുടെ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ 6 പോയിന്റും എഴുതിയേക്കത്തുള്ളൂ, 3 മാർക്കാണ് കേട്ടോ. എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ താന്നത് മലയാളവും ഇംഗ്ലീഷും കൂടി വന്നതുകൊണ്ടാവും നിങ്ങളെ ഒരുപാടായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്. നിങ്ങൾ നിങ്ങളുടെ അവനവൻ്റെ പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇത് എഴുതി വെക്കുന്ന വെച്ചാൽ പഠിക്കാൻ നിങ്ങൾക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന അത് സൂക്ഷ്മകണങ്ങളാൽ നിർമ്മിതമാണ്. പിന്നെ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണങ്ങളാണ് ആറ്റം. ഈ രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ നമുക്ക് വിഭജിക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഇതിനെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ നമുക്ക് പറ്റത്തില്ല. ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം അതിൻ്റെ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരുപോലെ തന്നെ ആയിരിക്കും എന്നാണ് കുഞ്ഞുങ്ങളെ അഞ്ചാമത് പറയുന്നത്. ഇനി ഒരെണ്ണവും കൂടെ പറയുന്നുണ്ട്, എന്താണെന്നറിയോ? ആറ്റം ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫറെൻറ്റ് ഇൻ ദെയർ സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. എന്ന് വെച്ചാൽ വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങളും വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യസ്തമുള്ളവയായിരിക്കും. ഇപ്പം ആദ്യം അഞ്ചാമത്തെ പറഞ്ഞതും 6ാമത്തെ പറഞ്ഞതും കണ്ടോ നിങ്ങളെ? ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം കേട്ടോ, തിരിഞ്ഞു പോലെ, അത് ഒരു മൂലകത്തിൻ്റെ ആറ്റങ്ങളെല്ലാം വലിപ്പത്തിലും ഗുണത്തിലും മാസിലും ഒരേപോലെ ആയിരിക്കും എന്നാണ് അഞ്ചാമത്തെ പറഞ്ഞത്. പക്ഷെ 6ാമത്തെ നോക്കിക്കേ, ഇവിടെ ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് ഡിഫർ ഇൻ ഡെയർ സൈസ്, പ്രോപ്പർട്ടി ആൻഡ് മാസ്. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വലിപ്പത്തിലും ഗുണത്തിലും മാസിലും വ്യത്യസ്തതയുള്ളത് ആയിരിക്കുമെന്ന് കേട്ടോ. അതാണ് നമ്മുടെ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി. നമ്മുടെ ബോക്സിൽ അദ്ദേഹത്തിൻ്റെ പടം ഉൾപ്പെടെ കൊടുത്തിട്ട് 6 പോയിന്റ് എഴുതിയിട്ടുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി അതിൻ്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ? എന്താണെന്നറിയോ? അതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം ഇറങ്ങി ഓടും. ഇവിടെ വരെ നമ്മൾ ആ ജോൺ ഡാൾട്ടൻ്റെ അറ്റോമിക് തിയറി കേട്ടോ. ഇനി അടുത്ത നോക്കിയോ നിങ്ങളെ, എ വാട്ടർ മോളിക്യൂൾസ് ഈസ് കേട്ടോ. അത് ടെസ്റ്റിനകത്തിലെയാണ്, നിങ്ങൾക്കൊന്ന് അറിയാൻ വേണ്ടി ഞാനൊന്ന് എഴുതിയിട്ടതാണ്. കാരണം ടെസ്റ്റ് എല്ലാം കിടന്നു എന്ന് കരുതി നിങ്ങളത് പഠിക്കണമില്ലല്ലോ അല്ലേ, നോട്ട് വേണ്ടേ? നോക്കിയേ, എ വാട്ടർ മോളിക്യൂൾസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് 1 ആറ്റം ഓഫ് ഓക്സിജൻ. ഒരു ജലതന്മാത്ര രൂപപ്പെടുന്നത്, നമ്മുടെ വെള്ളം ഉണ്ടല്ലോ, ഈ ജലത്തിലെ ഒരു തന്മാത്ര രൂപപ്പെടുന്നത്
ഹൈഡ്രജൻ്റെ രണ്ടാറ്റവും ഇനി മുതൽ നിങ്ങൾ അങ്ങോട്ട് കറക്റ്റ് കെമിസ്ട്രിയിലോട്ട് കയറുക കേട്ടോ. എന്ന് വെച്ചാൽ ഒരു ജലം വെള്ളമില്ലേ കുഞ്ഞുങ്ങളെ, ആ ജലതന്മാത്ര രൂപപ്പെടുന്നത് എങ്ങനെയൊക്കെയാണ്? ഹൈഡ്രജൻ്റെ രണ്ട് ആറ്റങ്ങളും, ഹൈഡ്രജൻ്റെ രണ്ട് ആറ്റം എന്ന് വെച്ചാൽ ഇത് ഹൈഡ്രജനെ നമ്മൾ എച്ച് എന്ന് പറയും അല്ലേ കുഞ്ഞുങ്ങളെ, ഹൈഡ്രജന് എച്ച് എന്ന് പറയും. അതിൽ രണ്ട് ആറ്റം എന്ന് വെച്ചാൽ രണ്ട് ഇവിടെ കൊടുക്കും. രണ്ട് ആറ്റവും ഓക്സിജൻ്റെ ഒരു ആറ്റവും ചേർന്നതാണ് എന്ത്? വെള്ളം, ജലം അല്ലേ. അപ്പം ജലം വാട്ടർ മോളിക്യൂൾസ് ഈസ് മെയ്ഡപ്പ് ഓഫ്, പരീക്ഷയ്ക്ക് ചോദിക്കുകയോ നിങ്ങളെ, വാട്ടർ മോളിക്യൂൾസ് ഈസ് മെയ്ഡപ്പ് ഓഫ് 2 ആറ്റംസ് ഓഫ് ഹൈഡ്രജൻ ആൻഡ് 1 ആറ്റം ഓഫ് ഓക്സിജൻ. അറിഞ്ഞിരിക്കണേ, ഒരു മാർക്ക് വെറുതെ കളയല്ലേ. H2O കേട്ടോ. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 2, ഓക്സിജൻ എത്ര ഉണ്ട്? 1. ഓക്കെ ആണോ കുഞ്ഞുങ്ങളെ? അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ടെസ്റ്റിൽ പേജ് നമ്പർ 5.1 ഞാൻ ഇത് എഴുതുന്നില്ലെന്ന് വിചാരിച്ചാൽ, പക്ഷേ നിങ്ങളെ അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു. ഈ നീല ബോക്സ് എന്താണെന്നറിയാമോ കുഞ്ഞുങ്ങളെ? ഇതൊക്കെ അത് ഞാൻ വിചാരിച്ചു ഇത് പഠിക്കുക എന്ന് നിങ്ങളോട് പറഞ്ഞാൽ മതിയെന്ന്. പക്ഷേ നോക്കി കുഞ്ഞുങ്ങളെ, ഈ അമോണിയ എന്ന് എഴുതാനറിയണേ കുഞ്ഞുങ്ങൾ. അമോണിയ കേട്ടോ. നോക്കിയേ, അതിനകത്തിൽ നമ്മുടെ ടെസ്റ്റിൽ പറഞ്ഞിട്ടുണ്ട് ഈ അമോണിയ എന്ന് പറയുന്നത് 1 ആറ്റം ഓഫ് നൈട്രജനും നൈട്രജൻ്റെ ഒരാറ്റവും 3 ആറ്റം ഓഫ് ഹൈഡ്രജനും ചേർന്നതാണ്. നമ്മൾ അതിനെ എങ്ങനെ എഴുതും? NH3. നൈട്രജൻ്റെ ഒന്നേ ഉള്ളൂ എന്നുള്ളതിന് നമുക്കിവിടെ ഒന്നും ഇടേണ്ട കാര്യമില്ല കുഞ്ഞുങ്ങളെ. കാരണം ഒരെണ്ണേ ഉള്ളെങ്കിൽ അല്ലേ. ഇപ്പോൾ O എന്ന് എഴുതി ഇവിടെ 2 ഇട്ടില്ലെങ്കിൽ ഒരു ഓക്സിജൻ എന്നർത്ഥം. അവിടെ 2 ഇട്ടുകൊണ്ടാണ് അവിടെ 2 ഓക്സിജൻ എന്ന് ഓക്സിജൻ എന്നുള്ളത് കൊടുത്തത്. ഇനി H എന്ന് വെച്ചാൽ ഹൈഡ്രജൻ ആണെന്ന് നമുക്കറിയാം. നമ്മൾ ഓരോന്നിൻ്റെയും പേര് നല്ലപോലെ പഠിച്ചു പോണേ കുഞ്ഞുങ്ങളെ കേട്ടോ. N എന്ന് വെച്ചാൽ നൈട്രജൻ ആണ്. ഇനി അങ്ങോട്ട് നമ്മൾ കുറേ ഇതിൻ്റെ പ്രതീകങ്ങൾ എന്നാണ് പറഞ്ഞത്, സിമ്പലുകൾ. എന്താ നിങ്ങളെ, പ്രതീകങ്ങൾ അല്ലെങ്കിൽ സിമ്പൽ. അത് ഞാൻ കറക്റ്റ് അടുത്ത ക്ലാസ്സിൽ എനിക്ക് പറ്റും, കാരണം നമ്മൾ ഇത് തന്നെ ഒത്തിരി നോട്ടാവുന്നുണ്ട്. അമോണിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമോണിയക്കകത്തിൽ എന്തെല്ലാം ഉണ്ട്? നൈട്രജൻ്റെ ഒരാറ്റവും, അതാണ് N എന്ന് പറയുന്നത്. ഹൈഡ്രജൻ്റെ 3 കൂടെ ചേർന്ന കുഞ്ഞുങ്ങളെ എന്ത്? അമോണിയ എന്ന് കേൾക്കുമ്പോഴേ NH3 എന്ന് എഴുതിയാലും മതി. NH3 എന്ന് എഴുതുമ്പോഴും എന്താ? അമോണിയ തന്നെ കേട്ടോ. ഇനി അത് ഓർത്തോണേ. ഇനി ഓക്സിജൻ എന്ന് വെച്ചാൽ 2 ആറ്റം ഓഫ് ഓക്സിജൻ. ഓക്സിജൻ്റെ 2 ആറ്റം. ഓക്സിജൻ്റെ 2 ആറ്റം കുഞ്ഞുങ്ങളെ ഓക്സിജൻ. പഠിച്ച് തന്നെ അടുത്ത ക്ലോറിന് 2 ആറ്റം ഓഫ് ക്ലോറിൻ. ഇതിന് ഈ ഓക്സിജന് ക്ലോറിന് ഇതിനകത്തിലൊന്നും വേറെ ആൾക്കാരില്ല, അവർ മാത്രമേ ഉള്ളൂ. ഒരു ഓക്സിജൻ മാത്രമേ ഉള്ളൂ, അത് 2 ഓക്സിജന്. ഈ ക്ലോറിൻ തന്നെ 2 ഉള്ളൂ കേട്ടോ. അതേപോലെ NH3 എന്ന് വെച്ചാൽ എന്താ? ഇവിടെ നൈട്രജനും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. ഹൈഡ്രജൻ 3 ഉണ്ട്, നൈട്രജൻ ഒരാളേ ഉള്ളൂ. മനസ്സിലാക്കി പോണേ. നൈട്രജൻ ഒരാളേ ഉള്ളൂ, ഹൈഡ്രജൻ 3. അപ്പോൾ 2 പേര് ഇതിനകത്തിലുണ്ട്. ഇത് നോക്കുന്ന ഓക്സിജനത്തിൽ ഓക്സിജൻ ഒരാളേ ഉള്ളൂ അല്ലേ. അത് എത്ര ഉണ്ട്? 2. ക്ലോറിൻ നോക്കിയേ, ക്ലോറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ക്ലോറിൻ, വേറെ ആരും അതിനകത്തിൽ ഇല്ല. അടുത്ത് നോക്കുക മീഥെയിന്, അതിനകത്തിൽ 1 ആറ്റം ഓഫ് കാർബൺ. ഓക്കെ, C എന്ന് വെച്ചാൽ കാർബൺ ആണ്, അതറിയാമോ? C ഓരോന്നും പഠിച്ചു പോണേ. C എന്ന് വെച്ചാൽ കാർബൺ ആണ്. H എന്ന് വെച്ചാൽ ഹൈഡ്രജനുമാണ്. ഇവിടെ C എത്ര ഉണ്ട് കുഞ്ഞുങ്ങളെ? അതായത് കാർബൺ ഒരാളേ ഉള്ളെങ്കിൽ ഇടേണ്ട കാര്യമില്ല. 4 ആറ്റം ഓഫ് ഹൈഡ്രജൻ എത്ര ഉണ്ട്? 4. അപ്പം 2 പേര്, കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്, 2 പേരുണ്ട് അല്ലേ. മനസ്സിലാവുന്നുണ്ടോ? 2 പേര്, കാർബണും ഉണ്ട് ഹൈഡ്രജനും ഉണ്ട്. ഹൈഡ്രജൻ 4 ഉണ്ട് കേട്ടോ. ഏതാ? മീഥെയിൻ ആണ്. അടുത്തത് ഹൈഡ്രജൻ. ഹൈഡ്രജനകത്തിൽ 2 ആറ്റം ഓഫ് ഹൈഡ്രജൻ്റെ 2 ആറ്റം മാത്രമേ ഉള്ളൂ ഹൈഡ്രജനകത്തിൽ. ഹൈഡ്രജൻ്റെ 2 ആറ്റം. അടുത്ത് നോക്കൂ നിങ്ങളെ, കാർബൺ ഡൈ ഓക്സൈഡ് 1 ആറ്റം ഓഫ് കാർബണും 2 ആറ്റം ഓഫ് ഓക്സിജനും കൂടെ ചേർന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ്. CO2 എന്ന് നമ്മൾ പറയത്തില്ലേ. ഒരു കാർബണും 2 ഓക്സിജൻ ആറ്റവും കൂടെ ചേർന്നതാണ് കാർബൺ ഡൈ ഓക്സൈഡ് കേട്ടോ. അത് നമ്മുടെ ടെസ്റ്റിൽ തന്നിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങളെ. അത് നല്ലതുപോലെ തന്നെ ഇത് നിങ്ങൾ അറിയണേ. എന്തിനാണെന്നറിയോ? ഇങ്ങനെ നിങ്ങളോട് ചോദിക്കുമല്ലോ. നിങ്ങളോട് ചോദിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ചോദ്യം അതിൻ്റെ തൊട്ടു മുകളിൽ തന്നെ കൊടുപ്പുണ്ട്. ഒരേ ഇനം മാറ്റങ്ങൾ മാത്രം അടങ്ങിയ തന്മാത്രകൾ ഇതിനകത്തിൽ ഏതല്ല? കുറേ തന്മാത്രകളുടെ പേര് തന്നിട്ട് കേട്ടോ, കുറേ തന്മാത്രകളുടെ പേര് തന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനകത്ത് നിന്ന് ഒരേ ഇനം മാത്രം അടങ്ങിയ, ഇപ്പം നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞുങ്ങളെ, ഇവിടെ ഒരേ ഇനം മാത്രം അടങ്ങിയത് ഏതൊക്കെയായിരുന്നു?
നോക്കിയേ, ഞാൻ പറഞ്ഞിരുന്നു, നോക്കിയേ, ഇതിനകത്തിൽ ഓക്സിജൻ ഒരാൾ മാത്രമേ ഉള്ളൂ, ക്ലോറിൻ മാത്രമേ ഉള്ളൂ. ഇതിനകത്തിലോ കാർബണും ഹൈഡ്രജനും ഉണ്ട്, ഇതിലോ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, ഇതിലോ കാർബണും ഓക്സിജനും ഉണ്ട്, ഇതിലോ നൈട്രജനും ഹൈഡ്രജനും ഉണ്ട്. അപ്പോൾ ഒരാൾ മാത്രം അടങ്ങി ഇതിനകത്തിൽ ആരാ? ഓക്സിജന്, ക്ലോറിന്, ഹൈഡ്രജന്, അല്ലേ? ഇവർ മൂന്നെണ്ണത്തിൽ മാത്രമേ അവർ ഓരോരുത്തരുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഒരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ, അത് രണ്ടുപേരും ഉണ്ടെന്നാ. നമ്മളിപ്പോൾ ഒരു പിന്നെ മാങ്ങ രണ്ടെണ്ണം ഉണ്ട് എന്നല്ലേ പറഞ്ഞത്? മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇത് മാങ്ങയാണ്, ഈ മാങ്ങ രണ്ടെണ്ണം ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇത് നോക്കിയേ, ക്ലോറിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലോറിനൊക്കെ അറിയത്തില്ല, ഇതിന് തേങ്ങ രണ്ടെണ്ണം ഉണ്ട്. നിങ്ങൾ ആ മനസ്സിലാക്കാൻ വേണ്ടി കേട്ടോ. ഓക്സിജൻ രണ്ടെണ്ണം ഉണ്ടെന്ന് കേട്ടോ. അതിനകത്തിൽ ഓരോരുത്തരേ ഉള്ളെന്ന് മനസ്സിലായോ? അപ്പോൾ അവിടെ നമ്മളോടുള്ള ചോദ്യം ഉണ്ടോ നിങ്ങൾ? എന്താ? ഒരേ ഇനം മാറ്റങ്ങൾ മാത്രം അടങ്ങിയ തന്മാത്രകൾ. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതൊക്കെയുണ്ട്? ഓക്സിജനും ക്ലോറിനും ഹൈഡ്രജനും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളതിലെല്ലാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വ്യത്യസ്ത ഇനം വന്ന ഏതൊക്കെയാണ്? അപ്പോൾ അവരതിൻ്റെ തൊട്ട് താഴെ ചോദിച്ചിട്ടുണ്ട് ഏതൊക്കെയാ? വിച്ച് ഓഫ് ദീസ് മോളിക്യൂൾസ് കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ആറ്റംസ്? ഡിഫറൻസ് വന്ന ഏതൊക്കെയാവും നിങ്ങളെ? അമോണിയ, അല്ലേ? എന്താ? അമോണിയ വന്നു. പിന്നെ അമോണിയ ഉണ്ട്, മീഥെയിൻ ഉണ്ട്, അല്ലേ? ഇപ്പം നമ്മൾ പറഞ്ഞാണ്ടേ അതെ, അമോണിയക്കകത്തിൽ നൈട്രജനും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്, അല്ലേ? മീഥെയിനകത്തിൽ കാർബണും ഉണ്ട്, ഹൈഡ്രജനും ഉണ്ട്. പിന്നെ കാർബൺ ഡൈ ഓക്സൈഡിനകത്ത് കാർബണും ഉണ്ട്, ഓക്സിജനും ഉണ്ട്. അപ്പോൾ അത് മൂന്നെണ്ണമാണ് എന്താ ഒന്നിൽ കൂടുതലുള്ള, അല്ലേ? അപ്പോൾ അതിപ്പോൾ മനസ്സിലായോ? ഒരെണ്ണം മാത്രമുള്ളത് ഓക്സിജനും ക്ലോറിനും ഹൈഡ്രജനും ആവും നിങ്ങളെ. മറ്റേ കൂടുതലുള്ളത് അമോണിയവും മീഥെയിനും കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ ആണോ? ഇനി അടുത്ത അതിൻ്റെ തൊട്ട് താഴെ നോക്കൂ നിങ്ങൾ, എന്താണ് എലമെൻറ്റ്സ്? കറക്റ്റ് എലമെൻറ്റ്സ് എന്നാൽ എന്തെന്ന് ചോദിക്കുമ്പോൾ ഇത് എഴുതിയാലും മതി കേട്ടോ. ഞാൻ ഫസ്റ്റിൽ ഒരു എലമെൻറ്റ്സ് എഴുതിയായിരുന്നു, കാരണം ആ പാഠത്തിൻ്റെ പേര് എലമെൻറ്റ്സ് ആയതുകൊണ്ട് ഏതായാലും കുഴപ്പമില്ല, രണ്ടും ഒന്ന് തന്നെ ആവും നിങ്ങളെ. കാരണം നിങ്ങൾക്ക് പഠിക്കാൻ സൗകര്യം ഏതാണെന്ന് വെച്ചാൽ അത് പഠിച്ചാൽ മതി. എലമെൻറ്റ്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് മെയ്ഡ് അപ്പ് ഓഫ് ദ സെയിം ടൈപ്പ് ഓഫ് ആറ്റംസ്. ദേ കനോട്ട് ബി ഫർദർ ഡിവൈഡഡ് ഇൻറ്റു കോമ്പോണൻസ് ത്രൂ കെമിക്കൽ റിയാക്ഷൻസ്, അല്ലേ? ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ ശുദ്ധ പദാർത്ഥങ്ങളാണ് മൂലകങ്ങൾ, അല്ലേ? എലമെൻറ്റ്സിൻ്റെ മലയാളമാണ് മൂലകങ്ങൾ. ഇവയെ രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ നമുക്ക് കഴിയില്ല എന്നാണ് പറയുന്നത്. പറ്റുന്നുണ്ടല്ലോ? ഇനി അതിൻ്റെ തൊട്ട് താഴെ കോമ്പൗണ്ട്സ്. എലമെൻറ്റ്സ് എന്നാൽ എന്താണോ നിങ്ങളെ നല്ലപോലെ അറിയണേ, കാരണം ഇനി നമ്മൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പോവുകയാണ്. ഒരേ ഇനം ആറ്റങ്ങൾ കൊണ്ട് മാത്രം നിർമ്മിതമായ, ഇപ്പം നമ്മൾ പഠിച്ചല്ലോ, ഇപ്പോൾ ഒരേ ഇനം ആറ്റങ്ങൾ വെച്ചപ്പോൾ ഓക്സിജന് അത് മാത്രമേ ഉള്ളൂ, ക്ലോറിൻ, അല്ലേ? അത് ഒരേ ഇനം ആറ്റങ്ങൾ മാത്രമേ അതിനകത്തുള്ളായിരുന്നു. അങ്ങനെ ഒരേ ഇനം ആറ്റങ്ങൾ മാത്രം കൊണ്ട് നിർമ്മിതമായ ശുദ്ധമായ പദാർത്ഥങ്ങളെയാണ് മൂലകങ്ങൾ എന്ന് പറയുന്നത്. ഇത് രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ കഴിയില്ല. കാരണം എന്താ? അത് ഒരെണ്ണേ ഉള്ളൂ. ഇപ്പോൾ ഓക്സിജൻ എന്ന് പറയുമ്പോൾ ഓക്സിജൻ മാത്രമേ ഉള്ളൂ, അതിനെ നമുക്ക് വിഘടിച്ചാലും ഓക്സിജൻ മാത്രമേ കിട്ടത്തുള്ളൂ. ക്ലോറിനും അതുപോലെയാണ്, ഹൈഡ്രജനും അതുപോലെ. അതിനെ നമുക്ക് വിഘടിക്കാൻ പറ്റത്തില്ല, കാരണം അതെന്താ? ഒരെണ്ണേ ഉള്ളൂ. ഒന്നിൽ ഇപ്പോൾ അമോണിയെ നമുക്ക് വിഘടിക്കാൻ കുഞ്ഞുങ്ങൾ ഏതൊക്കെയാണ്? നമ്മളിപ്പോൾ പറഞ്ഞായിരുന്നല്ലോ, അമോണിയെ വിഘടിച്ചാൽ നമുക്ക് ഏതാ? നൈട്രജനും കിട്ടും, ഹൈഡ്രജനും കിട്ടും. മനസ്സിലായോ? അതാ ഇപ്പോൾ പറഞ്ഞത്. അതാ കോമ്പൗണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറയുന്നുണ്ടോ നിങ്ങൾ? എന്താ? കോമ്പൗണ്ട്സ് ആർ പ്യുവർ സബ്സ്റ്റൻസ് ഫോംഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ആറ്റംസ് ഓഫ് 2 or more elements in a fixed ratio. These can be dissociated into constituent elements through chemical reaction. രണ്ടോ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ രാസപ്രവർത്തനത്തിലൂടെ ഒരു നിശ്ചിത അനുപാതത്തിൽ ചേർന്നുണ്ടാകുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ എന്ന് പറയുന്നത്. ഇവ രാസപ്രവർത്തനത്തിലൂടെ ഘടകമൂലങ്ങളാക്കാൻ പറ്റുമല്ലോ, ഘടകങ്ങളാക്കാൻ പറ്റത്തില്ലേ? ഇതെന്താ? ഒരെണ്ണേ ഉള്ളതുകൊണ്ട് എലമെൻസിനെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. ഓർത്തോണേ നിങ്ങളെ, എലമെൻസിനെ നമുക്ക് എന്താ? മുറിച്ച് മാറ്റാൻ പറ്റത്തില്ല, കാരണം അത് ഒരെണ്ണേ ഉള്ളൂ. പക്ഷേ കോമ്പൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ അമോണിയയുടെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, അത് രണ്ടെണ്ണം ഉണ്ട്, നൈട്രജൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ടെങ്കിൽ നമുക്ക് അതിനെ മുറിച്ച് മാറ്റാം. ഇത് പറ്റത്തില്ല, ഇത് പറ്റും. എന്താ? ഇവിടെ കാർബണും ഉണ്ട്, ഹൈഡ്രജൻ, ഇതിനെ മുറിച്ച് മാറ്റാം. ഈ കാർബൺ ഡൈ ഓക്സൈഡിനെയൊക്കെ മുറിച്ച് മാറ്റാം. മനസ്സിലായോ? അതാ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളതിനെ നമ്മൾ കോമ്പൗണ്ട് എന്നും മുറിക്കാൻ പറ്റാത്തതിനെ എലമെൻറ്റ്സ് എന്നുമാവും നിങ്ങളെ പറയുന്നത്. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇവിടെ കുറേ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എന്താണെന്നറിയോ? ഓക്സിജന്, ജലം, കറിയിപ്പ്, പഞ്ചസാര, കാർബൺ, നൈട്രജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, അമോണിയ, മഗ്നീഷ്യം ഓക്സൈഡ്, ഇങ്ങനെ കുറേ എണ്ണം തന്നിട്ടുണ്ട്. ഇതിനകത്തിലെ എലമെൻറ്റ്സ് ഏതാ, കോമ്പൗണ്ട്സ് ഏതാന്ന് വേർതിരിച്ച് എഴുതാൻ ഞാൻ അതുവരെ എഴുതിയിട്ടുണ്ട്. അതാണ്ട് ഓക്സിജനും കാർബണും നൈട്രജനും നമുക്ക് എന്താ? എലമെൻറ്റ്സ് ആണ്, അതിനെ മുറിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറഞ്ഞു, അല്ലേ? ഇത് ക്ലൂ ഒക്കെയാണ് നിങ്ങൾ ഇനി മുറിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ, കാരണം നിങ്ങൾക്ക് മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഓക്സിജൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഒരു ആറ്റം, അല്ലേ? നമ്മൾ പഠിച്ചു.
രണ്ട് ആറ്റം അടങ്ങിയതാണ് ഓക്സിജൻ, കാർബൺ. അപ്പോൾ ഇപ്പോൾ നമ്മൾ കുറേ പറഞ്ഞതാണ്. ഇനി കോമ്പൗണ്ട് എന്ന് വെച്ചാൽ വാട്ടർ നമ്മൾ പറഞ്ഞത് H2O, ഹൈഡ്രജനും ഓക്സിജനും അടങ്ങിയതാണ് വാട്ടർ. ഷുഗർ, അമോണിയ, സാൾട്ട്, കാർബൺ ഡൈ ഓക്സൈഡ്, മഗ്നീഷ്യം ഓക്സൈഡ്. നമുക്ക് എന്താണോ ക്വസ്റ്റിനിൽ തരുന്നത്, ഇതിപ്പോൾ അത്രയും നമ്മുടെ ക്വസ്റ്റിനിൽ തന്നുകൊണ്ടാണ് നമ്മൾ അത്രയും പറക്കി എഴുതിയത്. ഒരെണ്ണ ഉള്ളതാണോ 2ൽ കൂടുതലുള്ളതാണോ എന്ന് നോക്കിയിട്ട് വേണം എഴുതാൻ കേട്ടോ. ഇത് ടെസ്റ്റിൽ തന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതിയത്. ഇനി ഇതായിരിക്കില്ല ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇരുന്നത്. അതുകൊണ്ട് കാരണം ഇനി നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്, അതുകൊണ്ടാട്ടോ. അപ്പോൾ ഇത്രയും ഓക്കെ ആണോ നിങ്ങളെ, ഇത്രയും ക്വസ്റ്റ്യൻ? അപ്പോൾ ഇവിടെ വരെ നിൽക്കട്ടെ. അടുത്ത പാർട്ടിൽ നമുക്ക് എന്താ, പാർട്ട് 3 പ്രതീകങ്ങൾ മുതൽ പഠിക്കാം കേട്ടോ. നിങ്ങൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ആ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങളെ. ഇത്രയും ഇതായിട്ട് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ കമൻ്റ് ആണ് എന്നെ ഇനിയും ക്ലാസ് ഇടാൻ പ്രേരിപ്പിക്കുന്നത് കേട്ടോ. മനസ്സിലായാലും ഇല്ലെങ്കിലും, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇല്ലെന്ന് തന്നെ പറഞ്ഞോ. ചിലപ്പോൾ എൻ്റെ ഭാഷ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലോ എന്തായാലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയണേ കേട്ടോ കുഞ്ഞുങ്ങളെ. അപ്പോൾ ഓക്കെ കുഞ്ഞുങ്ങളെ, താങ്ക് യു.